ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. മലയാളിക്കെന്നും നാടൻ വിഭവങ്ങളോട് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ നാടൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാടൻ വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട് ഇല്ലേ? അപ്പോൾ ചിക്കൻ കൊണ്ടും മത്സ്യം കൊണ്ടും ഒക്കെ നാടൻ വിഭവങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. നമ്മൾക്ക് ഏറ്റവും പരിചിതമായ ചേരുവകൾ വെച്ചിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നാടൻ വിഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ നാടൻ വിഭവം തയ്യാറാക്കുമ്പോഴും ചേരുവകളൊക്കെ ഒരുപക്ഷെ ഒന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും. എന്നാൽ പോലും വ്യത്യാസം വിഭവത്തിനുണ്ടാകും. തയ്യാറാക്കി വരുമ്പോൾ ഓരോന്നും ഓരോ രുചിയാണ്. അപ്പോൾ നമ്മൾ ഇന്നും ഒരു നാടൻ വിഭവമാണ് ചെയ്യുന്നത്, ചിക്കൻ കൊണ്ടൊരു വിഭവം. ഇത് ചിക്കൻ പൊരട്ട് പോലെ കണ്ടാൽ ഏകദേശം തോന്നുമായിരിക്കും, പക്ഷേ ഇത് ചിക്കൻ പൊരട്ടല്ല. ഇതിൻ്റെ പേര് ചിക്കൻ പിരളൻ. അപ്പോൾ ചിക്കൻ പിരളൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു ചിക്കൻ. ഇതിൽ കുറച്ച് നാടൻ ചേരുവകളെല്ലാം ചേർത്തിട്ട് വളരെ രുചികരമായി നമ്മൾക്ക് എങ്ങനെ ചിക്കൻ പിരളൻ തയ്യാറാക്കാം എന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, സവാള 2 വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, സവാള 1 വലുത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത്, ഇഞ്ചി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 20 എണ്ണം വലിയ കഷ്ണങ്ങളായി മുറിച്ചത്, കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ടൊമാറ്റോ 3 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, എണ്ണ 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, വെള്ളം 1/2 കപ്പ്. നമ്മൾക്കിനി നമ്മളുടെ ചിക്കൻ പിരളൻ തയ്യാറാക്കാം. അപ്പോൾ വളരെ നാടൻ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ തയ്യാറാക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസസ് നമുക്ക് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, 1.5 വലിയ സ്പൂൺ വെളുത്തുള്ളി അരച്ചത്, അതുപോലെ ഇഞ്ചി അരച്ചത് വലിയ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ. ടീസ്പൂൺ അല്ല, ഇത് ടേബിൾ സ്പൂണാണ്. പിന്നെ വേണ്ടത് ഒരു പ്രധാന കാര്യമാണ്, ഇതിൽ കൂടുതലാണ് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി, അത് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. എനിക്ക് തോന്നുന്നു കുരുമുളക് പൊടി നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും, കാര്യം 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ മുളക് പൊടിയുടെ അളവ് പിരിയൻ മുളകിൻ്റെ പൊടിയാണെങ്കിൽ നമുക്കൊരു 1.5 വരെ ചേർക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ, വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ എന്നുള്ളത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്താലും മതിയാകും. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം എല്ലാം കൂടി ചേർത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ, ചെറിയ സ്പൂണിന് 1 സ്പൂൺ. പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, പെരിഞ്ജീരകം മാത്രമായിട്ട് പൊടിച്ചെടുത്തത്, അത് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ പാകത്തിനുള്ള ഉപ്പെല്ലാം നമുക്ക് അവസാനം വീണ്ടും ചേർക്കാം. ഇപ്പോൾ ചിക്കൻ്റെ പീസസിൽ പിടിക്കാനുള്ള ഉപ്പ്. ഇനി എന്താ വേണ്ടത്? ഇനി 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ചെറിയ ഉള്ളി ഒരു 20ഓ 25ഓ ചെറിയ ഉള്ളി 2ആയിട്ടൊക്കെ മുറിക്കുക. ഒരുപാട് തിന്നായിട്ട് ഖനം കുറച്ച് നീളത്തിനൊന്നും അരിയേണ്ട ആവശ്യമില്ല, വലിയ പീസസായിട്ട് മുറിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സവാള, ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ചിക്കനിൽ പിടിപ്പിക്കണം. എനിക്ക് തോന്നുന്നു നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞു. ഇതൊക്കെ എരിവനുസരിച്ചിട്ടാണ്, ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്താൽ മതി. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എങ്ങനെ വേണമെങ്കിലും.
അപ്പോൾ കാര്യങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു അരമണിക്കൂർ സമയം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ജോലി ചെയ്യാനുണ്ട്, ആ കാര്യം ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇങ്ങനെ മസാലയിൽ പൊതിഞ്ഞ ഒരു സൈഡിൽ ഇരിക്കുവാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾക്കിപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. അടുപ്പ് കത്തിക്കാം. ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ, ഒരുപാടൊന്നും വേണ്ട, നമ്മളൊരു അര കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ 2 സവാള കനം കുറച്ച് വട്ടത്തിന് അരിഞ്ഞ് വയ്ക്കുക, അല്ലെങ്കിൽ ഹാഫ് സ്ലൈസസ് ആയിട്ട് നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. എന്നിട്ടത് വറുത്ത് കോരണം. വറുത്ത് കോരാൻ ഡീപ് ഫ്രൈ ചെയ്യണം, അതായത് നല്ല കരികരിപ്പായിട്ട് നമ്മൾ ഉള്ളി വറുത്തെടുക്കുകയാണ്. അത് ഒരു സൈഡിൽ. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ മാരിനേറ്റഡ് ചിക്കൻ, ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിരിക്കുന്ന കോഴി വേവിക്കാനായിട്ടും വയ്ക്കും. ആദ്യം കുറച്ച് എണ്ണ, ഒരു അര കപ്പോളം വെളിച്ചെണ്ണ. എണ്ണ നല്ല ചൂടായിട്ട് നമുക്ക് സവാള ഇട്ട് വറുത്ത് കോരാം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ മറ്റൊരു പാത്രം വയ്ക്കുന്നു. അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന കോഴിയുടെ കഷ്ണങ്ങൾ. ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു സവാളയുണ്ട്, ഒരു 10-25 ചെറിയ ഉള്ളിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ കുരുമുളക് പൊടി ധാരാളം, പിന്നെ ഗരം മസാലപ്പൊടി, പെരിഞ്ചീരകം പൊടിച്ചതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ കുറച്ച് വെള്ളം, ഇത് നമ്മൾ അര കപ്പ് വെള്ളം ചേർത്ത് പാത്രം അടച്ച് വേവിക്കാം. ഏകദേശം വെന്ത് വെള്ളം വറ്റാറാകുമ്പോൾ അടപ്പ് തുറന്നു വയ്ക്കാം. പിന്നെ ഇച്ചിരി വെള്ളം ബാക്കിയുണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല കുഴമ്പ് പാകത്തിന് ആകും. നമ്മുടെ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. വറുക്കാനുള്ള സവാള, സവാളയുടെ അളവ് ഇച്ചിരി കൂടിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. 2 എന്നുള്ളത് 3 ആയാലും കുഴപ്പമില്ല, സ്വാദാണ്. അത് നമുക്ക് ആവശ്യാനുസരണമാകാം. അപ്പോൾ സവാളയിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. കുറച്ചുപ്പ്, പാകത്തിന് മൂക്കട്ടെ. നമ്മളുടെ ചിക്കൻ്റെ പീസസും പാകത്തിന് വെന്ത് അതിൻ്റെ ചാറെല്ലാം കുറുകിയ പാകത്തിന് നല്ല പൊതിഞ്ഞിരിക്കുന്ന പാകത്തിനാകണം. ഏകദേശം വെന്ത കഴിയാറാകുമ്പോൾ നമ്മൾ അടപ്പ് മാറ്റി വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റാൻ സമയമാകുന്നു. നമ്മളുടെ ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. ഇപ്പോൾ ചിക്കനും ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ച് ചാറ് വെള്ളമുണ്ട്, കുറച്ച് ചാറായിട്ട് കിടക്കുകയാണ്. ഇനി ഇച്ചിരി വറ്റണം. ഇനി നമുക്ക് പാത്രം തുറന്നിട്ടിട്ട് വേവിക്കാം. സവാള പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റാം. കാര്യം ഇത് ഇരുന്നൊരു മൂക്കലുണ്ട്, അപ്പോൾ അത് കണക്കാക്കിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ സവാള എല്ലാം നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് 2 സവാള കനം കുറഞ്ഞ നീളത്തിന് അല്ലെങ്കിൽ വട്ടത്തിന് അരിഞ്ഞത്. ഇനി തീ ഒരല്പം കുറയ്ക്കാം. എണ്ണ നല്ല ചൂടായി കിടക്കുകയല്ലേ. ചിക്കൻ വറ്റാറായി വരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിയെല്ലാം പാകത്തിന് വെന്ത് ഇതിൻ്റെ കൂടെ തന്നെ യോജിക്കും. പീസസൊക്കെ ഇങ്ങനെ വെന്ത് വരാണ്. അപ്പോൾ ഇതും ചെറിയ തീയിൽ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ സവാള വറുത്ത എണ്ണ ബാക്കിയുള്ളത്, അപ്പോൾ ഏതാണ്ട് ഒരു അര കപ്പോളം എണ്ണയിലാണ് നമ്മൾ വറുത്തെടുത്തത്. അപ്പോൾ അത്ര എണ്ണ നമുക്ക് ആവശ്യമില്ല, നമ്മൾ അതിൻ്റെ ഒരു പകുതിയോളം മാറ്റണം. ടൊമാറ്റോയുടെ പീസസ് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ നമ്മൾ ടൊമാറ്റോയുടെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയൊക്കെ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം സ്വാദ് തന്നെയാണ്. എണ്ണയും കൂടുതൽ ചേർത്താൽ സ്വാദാണ്, പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയുടെ അളവ് കുറയ്ക്കണം. അപ്പോൾ ടൊമാറ്റോ ഒന്ന് വെന്ത പാകത്തിന് ഒന്ന് കുഴഞ്ഞ് വരുന്നൊരു പാകമാകട്ടെ. ചിക്കനും കുഴഞ്ഞ പാകമായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ചിക്കൻ്റെ തീ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് വറ്റി കഴിഞ്ഞു. ഒരു ചെറിയ കുഴമ്പ് മാതിരിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിലും വറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ടൊമാറ്റോ പാകത്തിന് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നൊരു പാകമായി കഴിഞ്ഞു. ഇനിയാണ്
നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ മസാലയോടുകൂടി ഇതിലേക്ക് ചേർക്കാം. നല്ലൊരു മണമാണ്, ഒരു മണം വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു മണം. ഇത് നമ്മൾ കുറച്ച് നേരം അടുപ്പിലിട്ടിങ്ങനെ ഇളക്കി കൊടുക്കും. 5 മുതൽ 10 മിനിറ്റ് സമയം വരെ നമ്മൾക്കിങ്ങനെ ഈ അടുപ്പിൽ തന്നെ ഇട്ടേക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ പിരളൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ കാര്യം തീ ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതിയാവും. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന 2 സവാള കരികരിപ്പായിട്ട് വറുത്ത് വെച്ചത്, അതും കൂടി ഏറ്റവും മുകളിലായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി തീയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത്, അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ, കുറച്ചൊരു ഗ്രീൻ, ഒരു പച്ച കളറും കൂടി വരും. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി മല്ലിയിലയുടെ കാര്യമൊക്കെ. ഇനി നമുക്ക് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല മണവും രുചിയും ഒക്കെ ഉള്ള നമ്മളുടെ ചിക്കൻ പിരളൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല കുഴമ്പ് പാകത്തിൽ ആണ് ഈ ചിക്കൻ പിരളൻ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഇത് നല്ല കപ്പയുടെ കൂടെ, വേവിച്ച കപ്പയുടെ കൂടെയും നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഇത് കൂടാതെ എന്താ പറയുക, ചപ്പാത്തി, ആപ്പം, പുട്ട്, ഇങ്ങനെയുള്ള ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ലൊരു മണമുള്ള ചിക്കൻ പിരളൻ. സ്വാദും അതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.